അങ്ങ് ഏത് രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കാണ്? നമ്മൾ രാജയോഗയാണ് പഠിപ്പിക്കുന്നത്. ശിവയോഗയിൽ തന്നെ വരുന്ന 4 ഘട്ടങ്ങളുണ്ട്. കായകൽപ്പയുണ്ട്, നാഥാരാധനയുണ്ട്, രാജയോഗയുണ്ട്, പിന്നെ ബ്രഹ്മവിദ്യയാണ്. ഇത് ഒറ്റ ഘട്ടമാണ്. ഇപ്പം നോർമൽ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നത് ബ്രാഹ്മി 21 days ഒക്കെയാണ്. എന്നാലൊരു എനർജി, ഇപ്പം ഓം ഗംഗണപതായി നമ എന്നുള്ള മന്ത്രത്തിന് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്. അതോരോ യന്ത്രങ്ങളാണ്. ഇപ്പം ഇങ്ങനെ വെക്കുന്ന ത്രികോണമെല്ലാം തന്നെ ശിവനാണ്, യോഗികൾക്കാണ്. ആ വർഷിപ്പ് വളരെയേറെ ഫലം ചെയ്യും. പണ്ടുള്ളവർ കൃഷിക്ക് വേണ്ടിയിട്ടാവും, നമുക്ക് സന്താനത്തിന് വേണ്ടിയിട്ടാവും, അന്നത്തിനും സന്താന പരമ്പരയും നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്താണ് ധ്യാനം ഗുരുജി? പല രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ശരിയായിട്ടുള്ള ധ്യാനം? ധ്യാനം കൊണ്ടിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ധ്യാനം, ഇപ്പം അവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു മന്ത്രം ജപിച്ചു. ഏകാന്തമാവാൻ, മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് ഒതുക്കുവാൻ. നമ്മൾ ഒതുക്കുന്നതിന് നമ്മൾ ധ്യാനമെന്ന് പറയും. എപ്പോഴാണോ നമ്മുടെ ചിന്തകൾ ഒതുങ്ങുന്നത്, ആ ചിന്തകൾ ഒതുങ്ങുന്ന സമയത്ത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. ധ്യാനമെന്ന് വെച്ചാൽ നമ്മളൊരു 10 മിനിറ്റ് നേരം 1 മണിക്കൂർ നേരം ഒന്നും നമ്മൾ ദിവസം മെഡിറ്റേഷന് വേണ്ടി കണ്ടെത്തി ചെയ്യുന്ന ഒന്നല്ല. നമുക്കത് എല്ലാ നിമിഷവും അനുഭവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ചിന്തകൾ കൂടുതൽ വരുമ്പം നമുക്കതിനെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്കൊരു ശൂന്യത അനുഭവപ്പെടും. അത് കുറച്ച് അകലെയാണ്. ഇപ്പോൾ ഒരു 8 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസ്സിൻ്റെ രീതികൾ എനിക്ക് നന്നായി അറിയായിരുന്നു. ഒരു ചിന്തയുടെ പുറത്ത് മറ്റേ ചിന്ത, നമ്മൾ ഉറങ്ങുമ്പം ധാരാളം ചിന്തകൾ, നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്തകൾ വരുന്നു. നമുക്ക് ഇമോഷൻസ്, പെട്ടെന്ന് ചിന്തകളിലൂടെ ഇമോഷൻസ് ഉണ്ടാകുന്നു. എന്നാൽ നമ്മൾ പറയുന്ന പോലെ ഒരു ചൈതന്യം, കുണ്ടലിനി എന്ന് പറയുന്ന ചൈതന്യം നമുക്ക് ഉണർന്നു കഴിയുമ്പം നമ്മുടെ ഭ്രൂമധ്യത്തിൻ്റെ അവിടെ നമുക്ക് എപ്പോഴും ഒരിതുണ്ടാവും, ഒരു നിയന്ത്രണം അനുഭവപ്പെടും. അങ്ങനെ നമ്മുടെ ചിന്തകളെ നമുക്ക് ഒതുക്കുവാൻ സാധിക്കും. നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ട്സ് അങ്ങനെ ആ രീതി നമുക്ക് ഒത്തിരി പരിവർത്തനം സംഭവിച്ചായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ശരിക്കും മെഡിറ്റേഷൻ എന്ന് അർത്ഥമാക്കുന്നത് ഈ ഒരു സ്റ്റേറ്റിനെയാണ്. നമുക്ക് ചിന്തകൾ വരുന്നു, ആ ചിന്തകളെ നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നു. പക്ഷെ എല്ലാ ചിന്തകളും നമുക്ക് ആവശ്യമുള്ളതല്ല. ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് ഈ സ്റ്റേറ്റ് എത്താതെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ ചിന്തകളില്ലേ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കില്ലേ, നമ്മുടെ ആഗ്രഹം. അങ്ങനെയല്ല. അത് നമുക്ക് കുറച്ചുകൂടും ഒരു കാര്യം വ്യക്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കാണാൻ ഈ ചിന്തകൾ ഒതുങ്ങണം, അല്ലേ? ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, നമുക്ക് നാളെ വീട്ടിൽ ചെയ്യാനുള്ളൊരു കാര്യം മനസ്സിലാലോചിച്ചിരുന്നു ഇവിടെ ഈ പ്രസൻറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായുള്ള ഒരു നിമിഷം ചിന്തകൾ മാറുമ്പോഴാണ്. ഈ നിമിഷത്തിലേക്ക് കടന്നു വരും. മെഡിറ്റേഷനിലേക്ക് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പല വഴികളുണ്ട്. ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ തോട്ട്സിനെ തന്നെ നോക്കിയിരുന്നിട്ട് അതിലൂടെ ധ്യാനത്തിലേക്ക് പോകാൻ. അതത്ര നന്നാവും തോന്നില്ല. പല യോഗീശ്വരന്മാരും ധ്യാനത്തിന്റെ ഒരു പീക്ക് പോയിന്റിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യോഗീശ്വരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉണർന്നിരിക്കുമ്പോഴും ധ്യാനാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യം. ഇത് വെച്ചിട്ട് ഇപ്പൊ അങ്ങ് പറയുന്നത് വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അല്ല, ഉണർവിലിരിക്കുമ്പോഴും നാം തന്നതാവും. വെച്ചാൽ നമ്മളിപ്പം ഈ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ചിന്തകളൊന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ എന്ത് ചെയ്യും, സാസാരയിലേക്ക് കടക്കും.
ഇങ്ങനെ ഒരു പ്രാണിക് ഫ്ലോ നടക്കുന്നുണ്ടല്ലോ, അത് ഇവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു അനുഭൂതിയിലേക്ക് പോകും. അത് ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും അതൊരു വേറൊരു അവസ്ഥയാണ്. ഇവിടെ ഉണർവിൽ തന്നെയാണ്, കേൾക്കുന്നതെല്ലാം കേൾക്കാം, പക്ഷെ ഒരു വേറൊരു അവസ്ഥയിലേക്ക് കിടക്കും. അത് സംഭവിക്കുന്നതാണ്. അപ്പം അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ഉത്തരമായിട്ട് പറയുമ്പം, ധ്യാനം പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ചിന്തകളെ നോക്കിയിരുന്ന് അങ്ങനെ പോകുന്നതിനെക്കാട്ടിലുപരി മന്ത്രസാധനയിലൂടെയും അതേപോലെ തന്നെ താന്ത്രിക സാധനയിലൂടെയും യോഗയാണെങ്കിലും രാജയോഗ പോലുള്ള കുണ്ടലിനിയെ ഉണർത്തണം. കുണ്ടലിനി ഉയർത്തിയാൽ മാത്രമേ ധ്യാനം സംഭവിക്കുള്ളൂ. അപ്പോൾ ഒരു കുണ്ടലിനി ഉയർത്തുന്ന അപകടമല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതിനോരോ തലങ്ങളുണ്ട്. ഇപ്പോൾ എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോലും ഒരു തലമല്ല, വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട്. ഇപ്പം പുട്ടപർത്തിയിലെ സായിബാബയെ പോലല്ല രമണ മഹർഷിയെ പോലല്ല മാതാമൃതാനന്ദമയി ദേവി. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവലുണ്ട്. ചിലർ ഹയർ സ്റ്റേറ്റുള്ള യോഗികളുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയ കാണാൻ പറ്റില്ല. അവർ പലയിടത്തും ഒതുങ്ങിയിരിക്കും. എന്നാൽ സാമൂഹികപരമായി ജീവിക്കുന്ന യോഗികളുമുണ്ട്. പല എൻലൈറ്റ്മെൻറ്റിന് അതിൻ്റെതായിട്ടുള്ള തലങ്ങളുണ്ട്. അറിവെല്ലാം ഒന്നാണ്, പക്ഷെ സിദ്ധിക്കുന്നതെല്ലാം പലതാണ്. അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷനിലേക്ക് നാം കടക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ഉണർവിലേക്ക് പോകാൻ പറ്റുന്ന എപ്പോഴും കുണ്ടലിനി ഉയർത്തിയാണ്. അതിന് ഒരിക്കലും സാധാരണയിൽ പെട്ടെന്ന് ഒരാളും എത്തില്ല. അതിന് ഒത്തിരി കൃപ കൂടണം. ആ കൃപ കൂടിയ ഒരാൾ ഒരു മഹായോഗിയായിരിക്കും. അവർക്ക് ആരുടെ ഹെൽപ്പും വേണ്ടി വരില്ല. എന്നാൽ സാധന ചെയ്ത് പോകുമ്പം നമുക്ക് പെട്ടെന്നൊന്നും സാധാരണയിലേക്ക് അങ്ങനെ എത്തില്ല. അത് കുറച്ചുണർന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു മെഡിറ്റേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങ് ഏത് രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കാണ്? നമ്മൾ രാജയോഗയാണ് പഠിപ്പിക്കുന്നത്. രാജയോഗ അങ്ങനെ ചോദിച്ച് അങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്നൊരു രീതിയല്ല. ശിവയോഗയിൽ തന്നെ വരുന്ന 4 ഘട്ടങ്ങളുണ്ട്. കായക്കൽപ്പയുണ്ട്, നാഥാരാധനയുണ്ട്, രാജയോഗയുണ്ട്, പിന്നെ ബ്രഹ്മവിദ്യയാണ്. ഇത് ഒറ്റ ഘട്ടമാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 വർഷം കണ്ടിന്യൂ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ട് രാജയോഗ. അതിന് ശേഷമാണ് ബ്രഹ്മവിദ്യയിലേക്ക് കടക്കുന്നത്. അപ്പോഴത്തേനും ഒരു വ്യക്തി സന്യാസം മാറുക എന്ന് വെച്ചാൽ ഭൗതിക പൂർണ്ണ സന്യാസമല്ല, ഗൃഹസ്ഥ സന്യാസത്തിലൂടെ തന്നെ അവരൊരു പരിശീലനത്തിലാണ് പോകുന്നത്. രാജയോഗ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഇപ്പം നോർമൽ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നത് ബ്രാഹ്മി 21 days ഒക്കെയാണ്. 21 ദിവസത്തെ ഓൺലൈനായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ നടത്തുന്ന ഒരു സാധനയുണ്ട്, 4 മണി മുതൽ 6 മണി വരെ. അതിൽ മന്ത്രം, യന്ത്രം, അതേപോലെ ബന്ധനം ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ സാധന ചെയ്യിപ്പിക്കും. അപ്പോൾ തന്നെ ഏകദേശം അവർക്കൊരു 61 ചക്രങ്ങൾ എന്താന്നുള്ളൊരു സ്പന്ദനം അറിയും. മെഡിറ്റേഷൻ ഡീപ്പ് ലെവല് നമുക്ക് 114 ചക്രങ്ങളാണുള്ളത്. അതിൽ 61 ചക്രങ്ങൾ നമുക്ക് സ്പന്ദനം നല്ല രീതിയിൽ അനുഭവിക്കും. 21 ദിവസം കൊണ്ടിട്ട് തന്നെ. അതായത് ബ്രാഹ്മി 21 days എന്ന് പറയുന്ന ഈ ബ്രഹ്മമുഹൂർത്ത ധ്യാനം 21 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് ഗുരുജി പറയുന്നത്. അതെ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദി ഗുരുജി ഫൗണ്ടേഷൻ യൂട്യൂബ് ചാനലിൽ നോക്കിയാലറിയാം ധാരാളം ആൾക്കാർ അതിൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. അതൊരു 61 ചക്രങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും നമുക്ക് കുറച്ചും സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. ഇപ്പം ബ്രാഹ്മിയിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, റീസെൻ്റ്ലി കുറേ ആൾക്കാർ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്കറിയാം ഞാനിപ്പം അബാക് മീഡിയയുടെ ഈ സ്റ്റുഡിയോയിലാണെന്നുള്ളത്. അതേസമയം നിങ്ങളെ കണ്ണ് കെട്ടിക്കൊണ്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഇത് എവിടെയാണെന്നുള്ളത്. പക്ഷേ ബ്രാഹ്മി 21 days ഞാൻ ചിലപ്പോൾ ഇന്ന് തിരുവണ്ണാമലയിലാവും, നാളെ ഗുരുവായൂരാവും, മറ്റന്നാൾ ചിലപ്പോൾ ആറ്റുകാലാവും. ആ മന്ത്രമെല്ലാം നമുക്കൊന്നാണ്. ഇപ്പോൾ വടക്കുനാഥൻ്റെ മുന്നിൽ നമ്മൾ ഓം നമഃ ശിവായ എന്നല്ലേ ജപിക്കുള്ളൂ, തിരുവണ്ണാമലയിൽ പോയാലും ഓം നമഃ ശിവായ എന്ന് ജപിക്കുള്ളൂ. അപ്പം ഈ മന്ത്രങ്ങളെല്ലാം ഒന്നാണ്. പക്ഷേ ആ സാധന ഇരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ മുമ്പ് ഗ്രഹിക്കാൻ സാധിക്കും ഇത് അരുണാചലമാണ്, ഇത് വടക്കുനാഥനാന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവും. അതൊരു സൂക്ഷ്മമായിട്ടുള്ളൊരു ശിവസ്പന്ദനമാണ്. ഇപ്പോൾ ആദി ഗുരുജി എന്ന് പറയുന്ന ഒരാളൊരു ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അത് ആദി ഗുരു കടന്നുപോയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് അതിലുള്ള ഞാൻ അറിഞ്ഞ കുറേ സത്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നൊരു ശിവരൂപമായിരിക്കും. എൻ്റെ ഒരു സൂക്ഷ്മ ശരീരം തന്നെ ആയിരിക്കും ഒരു ലിംഗം ഞാൻ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പന്ദനമുണ്ട്. അതേപോലെ അവർക്ക് ആ സ്പന്ദനത്തെ അറിയാൻ പറ്റുന്ന ഒരു ശിവനെന്ന് വെച്ചാൽ സ്പന്ദനമാണ്. ശൈവ സിദ്ധാന്തം പോലും പറഞ്ഞ ശിവനെ ഒരിക്കലും എനിക്കൊരു രൂപമായി അറിയുകയല്ല, എനിക്ക് ആ സ്പന്ദനമായി കിട്ടുക എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിയാൻ സാധിക്കും.
സാധകന്റെ ഡെഡിക്കേഷനോടെയും ഡെഡിക്കേഷൻ അല്ലെങ്കിൽ പോലും അങ്ങനെ ആക്കിയെടുക്കും നമ്മൾ. അങ്ങ് അപ്പോ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഈ 21 ദിവസത്തെ ധ്യാന വിദ്യ? അല്ല, പഠിപ്പിക്കുകയല്ല, ഇത് സാധന ചെയ്യുവാണ്. ഞാൻ ഒപ്പം ഇരുന്നിട്ട് നമ്മൾ മന്ത്രസാധനയുണ്ട്, മുദ്രയുണ്ട്, യന്ത്രമുണ്ട്, ബന്ധനമുണ്ട്. എങ്ങനെയാണ് ഈ യന്ത്രത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്? യന്ത്രം എപ്പോഴും നമ്മുടെ ഓരോ ചക്രങ്ങളും ഓരോ യന്ത്രങ്ങളാണ്. ഇപ്പം നമ്മളൊരു ഗണപതി ക്ഷേത്രം ഉണ്ടാക്കുന്ന പോലെ ഒരിക്കലും ഒരു ദേവീ ക്ഷേത്രം ഉണ്ടാക്കില്ല. എന്നാൽ ശക്തി തന്നെയാണ് രണ്ടും. ഗണപതിയും മുരുകനും ദേവി എല്ലാം ശക്തിയാണ്. എന്നാൽ അതിനതിൻ്റെതായിട്ടുള്ള ഇപ്പം നമുക്ക് വാക്കാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഞാൻ പറയുന്ന കാര്യം അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റും. എന്നാലൊരു എനർജി ഇപ്പം ഓം ഗംഗണപതായേ നമ എന്നുള്ള മന്ത്രത്തിന് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കുറച്ച് രീതികളുണ്ട്. അത് ഓരോ യന്ത്രങ്ങളാണ്. ഇപ്പം ഇങ്ങനെ വെക്കുന്ന ത്രികോണമെല്ലാം തന്നെ ശിവനാണ്, യോഗികൾക്കാണ്. എന്നാൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ദേവിക്കായി, അതിങ്ങനെ വെക്കുമ്പം മുരുകനായി. അപ്പം ഇതിൻ്റെതായിട്ടുള്ള സങ്കല്പത്തിന് ശക്തിയുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഇതിങ്ങനെ ഇരുന്നിട്ടൊന്ന് വിഷ്വൽ ചെയ്യുക, ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ആ വിഷ്വൽ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു മുദ്ര പിടിക്കുക, അതിനൊപ്പം ആ മന്ത്രം ജപിക്കുക. അപ്പം ആ എനർജി ഒരാൾ റിസീവ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ആ എനർജി, മുരുകൻ്റെ എനർജി റിസീവ് ചെയ്തിട്ടിരിക്കുക. അപ്പം ഞാനൊരു സഹജ സമാധി അവസ്ഥയിലാണ്. അപ്പം മുരുകൻ്റെ ഊർജ്ജം എന്നിൽ പ്രകടമാവുന്നുണ്ട്. അപ്പോൾ ആ ശക്തി ഞാൻ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു പളനിയിലിരുന്ന് സാധന ചെയ്യുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എനർജി ആ ടൈമിങ്ങിൽ ആ മുദ്രയും യന്ത്രവും മന്ത്രവും കൂടി കറക്റ്റ് ആകുമ്പോഴത്തേനെ അവർക്കൊരു ശക്തി പ്രാപിക്കും. അതവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് ബ്രാഹ്മി 21 ഡേയ്സ് എടുക്കുന്നത്. ആ 21 ദിവസം കൊണ്ട് ഒരു വ്യക്തി ശരീരവും മനസ്സും അല്ല ഞാനൊരു പ്യുവർ സോളാന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. എപ്പോഴും ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കെല്ലാം നമ്മുടെ ജീവനെ അറിയാൻ സാധിക്കും. നമ്മുടെ അഹന്ത പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഞാനെന്നുള്ളൊരു ഭാവം അസ്തമിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വലി ബ്ലെസ്സിങ്സ് കിട്ടും. ആ ഒരു സ്റ്റേറ്റിലേക്ക് കടത്തിക്കൊണ്ട് പിന്നെ അവർക്ക് തന്നെ പോകാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ബ്രാഹ്മി 21 ഡേയ്സ് കഴിഞ്ഞാൽ ധാരാളം ആളുകളുണ്ട്. അതിൽ അവരിലിപ്പം പ്രത്യേകിച്ച് സാധന ചെയ്യുന്നവരൊന്നുമില്ല. രാജയോഗ നിശ്ചിത അളവ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് സ്പൈൻ ഇങ്ങനെ കുറച്ച് നൂത്തിരുന്നത് അവിടെ നിന്ന് ആദ്യം ചോദിച്ച പോലെ മഹായോഗികൾ ആ അവസ്ഥയ്ക്ക് പോകുന്നത് പോലെ അവർ തന്നെ ധ്യാനത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകും. ഈ വീഡിയോ അവരും കാണും, അവർക്കറിയാതെ ഇങ്ങനെ നട്ടൽ നൂന്നിരുന്നാൽ തന്നെ ആ മാമൊക്കെ ആ ഒരു സ്റ്റേറ്റിലേക്ക് കടക്കും. അത് ബ്രാഹ്മി 21 ഡേയ്സിലൂടെ പോയതാണ്. ബ്രാഹ്മി 21 ഡേയ്സ് 2 എണ്ണം അറ്റൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ലൈവായിട്ടുള്ള ദീക്ഷ പ്രോഗ്രാംസിൽ 2 വട്ടം പങ്കെടുത്തു. ഇപ്പോഴത്തേനൊരു എന്താ പറയുക, ഒരു ജീവമുക്താവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പം ഒരു ഗുരുവിന് അവരെ സമാധി എത്തിക്കാൻ വളരെ എളുപ്പവുമാണ്. ആ സ്റ്റേറ്റിലേക്ക് കടന്നു. ബ്രാഹ്മി ഒരു തുടക്കമാണ്. നമ്മളിപ്പം പറയല്ലേ, വേദം പഠിക്കുക, അതിനുശേഷം ബ്രഹ്മചാര്യം, അങ്ങനെ സന്യാസം. അതേപോലെ ബ്രാഹ്മി എന്ന് പറയുന്നത് ഒരു ബേസാണ്. അത്ര ഇൻറ്റൻസീവായിട്ടുള്ളവർക്ക് കൃപയുടെ വലിയൊരു കടാക്ഷമാണ് ബ്രാഹ്മി 21 ഡേയ്സ്. നമ്മൾ പല ഈശ്വരന്മാരെ ആരാധിക്കുന്നുണ്ട്, ഉപാസന ചെയ്യുന്നുണ്ട്. ഈ ഉപാസന ശക്തിയും ധ്യാനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പം ധ്യാനം ഉള്ള ഒരാൾക്ക് ഉപാസന ചെയ്യുന്നതിലൂടെ ഫലം കിട്ടുള്ളൂ. ഇപ്പം നമ്മളൊരു മെഡിറ്റേഷൻ്റെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ശിവനെ മാത്രം സങ്കല്പിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ശിവനിലേക്കുള്ള ഒരു വഴി നമുക്ക് തുറക്കപ്പെടും. ശിവനും നമ്മൾ ഒന്നാവും. 10 മിനിറ്റ് ദേവിയെ നമ്മൾ സങ്കല്പിച്ചിരുന്ന ദേവിയും നമ്മളും തമ്മിൽ ഒന്നാവും. ഇപ്പോൾ ഒരു സമാധി ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉപാസനയുടെ ആവശ്യം വരില്ല. അവർക്കൊന്ന് സങ്കല്പം വെക്കുമ്പം തന്നെ ആ ശക്തി പ്രാപിക്കും. അതുകൊണ്ടാണ് അവരിലേക്ക് ഒരു പരകാല പ്രവേശനം പോലെ അവർ കയറി ആ ദർശനം കൊടുക്കുക എന്ന് പറയുന്നത്. ഉപാസന മാർഗവും ധ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടോ? ധ്യാനത്തിൽ നമുക്ക് മുക്തിയിലേക്കുള്ളൊരു മാർഗം, ടോട്ടലി ഒരു വൈരാഗ്യ അവസ്ഥയായിരിക്കും മെഡിറ്റേഷൻ ചെയ്തുണ്ടാവുന്നത്. സർവ്വതിനെയും മനസ്സിലാക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഉപാസന ചെയ്യുന്ന, ഇപ്പം ശിവനെ ഉപാസിച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെല്ലാം അസ്തമിച്ച് കിട്ടും, വേറെ സ്റ്റേറ്റിലേക്കാവും. ദേവിയെ ഉപാസിച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ കൂടി വരുമല്ല, പക്ഷെ നമുക്ക് ഇവിടെ ഒരു മായ എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ പൂർവികരുമായിട്ടുള്ള വളരെ ബന്ധമുണ്ട്. അപ്പം നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നമ്മുടെ പൂർവികരുടെയാണ്. ആ പൂർവികരുടെയായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മളിലുമുണ്ട്. അതിൻ്റെയൊക്കെ ഓർമ്മകൾ നമ്മൾ കുറച്ചുകൂടെ പ്രാപിക്കും. ആ പ്രാപിക്കുന്നത് കൊണ്ട് നമുക്ക് മായ കുറച്ചുകൂടും നമ്മളെ ബന്ധിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും.
ഉപാസന തെറ്റല്ല, പക്ഷെ ഉപാസനയും രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പം രാജയോഗി ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത്. എന്നാൽ താന്ത്രിക ലെവലിൽ ഇതിനൊക്കെ ഒത്തിരിയും ഇതുണ്ട്. ഇപ്പം ഒരു വ്യക്തിക്ക് ഇപ്പം എന്താ പറയുക, അവർക്ക് ഒരു കൊച്ച് ചില മോശമായിട്ടല്ല, ഒരു ചെറിയ വീട്, വലിയ വരുമാനമില്ല, ആ കുട്ടിക്കൊരു എന്താ പറയുക ഒരു BMW കാറ് വാങ്ങാനാണ് ആഗ്രഹം. അതിന് ചിലപ്പോൾ 2 കോടി രൂപയാണ്. അപ്പോൾ അവർക്ക് മെൻ്റലി അതിനുള്ളൊരു സ്ട്രെങ്ത് ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സ്റ്റേറ്റിൽ ഇപ്പോൾ പരമ്പരയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണും, ഒരു കുലദേവത ക്ഷേത്രം കാണും, അല്ലെങ്കിൽ നാഗാരാധന കാണും. അവിടെ പോയിട്ട് ആ രീതിയിലുള്ള ഉപാസന ചെയ്യുമ്പം തന്നെ ആ കുട്ടിക്ക് അതിനുള്ള ശക്തി വരും. ആ ഒരു എങ്ങനെയാണോ അതൊരു സങ്കല്പശക്തി വർദ്ധിക്കും. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അത് മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപാസനയിലൂടെ സാധിക്കും. അതിപ്പം പരമ്പരയിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം ഉണ്ടാവും, ഭൗതിക ജീവിതത്തിൽ ഫലം ഉണ്ടാവും. ഗുരുജി ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാൻ. എന്താണ് നാഗാരാധന? ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഭൂമി എന്ന് പറയുന്നത് സർപ്പഭൂമിയാണ്, നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും വീട് എന്തായാലും ഈ ഭൂമിയിൽ തന്നെയാണ്. എല്ലാവർക്കും ക്ഷേത്രങ്ങളുണ്ട്. ഇല്ലെങ്കിൽ പല മതങ്ങളിൽ പെട്ടവരും താമസിക്കുന്നത് ബ്രാഹ്മണ ഭൂമിയിലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സർപ്പഭൂമി തന്നെയാണെന്നുള്ളതാണ്. അപ്പോ ഈ നാഗാരാധന ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ക്ഷേത്രം, കുടുംബക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മള് അതായത് ആ നാഗങ്ങളെ എടുത്ത് മാറ്റിയിരുത്തുക, ഒഴിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതോടുകൂടി ആ കുലം നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? സത്യത്തിൽ എന്താണ് നാഗാരാധന? നമ്മൾ എങ്ങനെയാണ് അവരെ ആരാധിക്കേണ്ടത്? തീർച്ചയായിട്ടും നാഗാരാധന നമ്മുടെ ഈ ഒരു കേരള മണ്ണിൻ്റെ ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാനം നാഗാവാണ്. സർപ്പക്കാവുകളും അതേപോലെ തന്നെ ഭദ്രകാളിയും അയ്യപ്പനും ഒക്കെയാണ് നമ്മുടെ അടിസ്ഥാനം. രാമനെയും കൃഷ്ണനെയൊക്കെ നമ്മൾ ഒരു വേറെ രീതിയിലാണ്, നമ്മളിന്ന് കുറച്ച് അകലെയാണ്. രാമനും കൃഷ്ണൻ കുറച്ച് അകലെയാണ്. കുലം തുടങ്ങുന്നത് പോലും നാഗത്തിൽ നിന്നും ദേവിയിൽ നിന്നും ഒക്കെയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു 3 വർഷത്തെ അനുഭവത്തിലൂടെ നോക്കുമ്പം നമുക്ക് അനന്തനാഗ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് എൻ്റെ വീട്ടിൽ. അതിനെ നാഗമണ്ഡപം എന്ന് പറയും. എൻ്റെ കുല ഉപാസനയിൽ എനിക്ക് ബന്ധമുള്ളതാണ്. സർപ്പമായിട്ട് കുടുംബപരമായിട്ടൊരു ബന്ധമുണ്ട്. അവർ ഉപാസകരായതുകൊണ്ട് അതിലൊരു കണക്ഷനുണ്ട്. അതിനെ ഞാൻ റിയലൈസേഷൻ ചെയ്താണ് ഞാൻ ഒരു സർപ്പക്കാവും ഇപ്പോൾ യോഗീശ്വരലിംഗ സന്നിധിയിൽ 12 സർപ്പങ്ങളെയും പ്രതിഷ്ഠിച്ചത്, കാലസർപ്പങ്ങളെ. കുറേ ആളുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഈ ഏരിയകളിലാണ് കൂടുതൽ ആൾക്കാരും ബന്ധപ്പെട്ട് സർപ്പാരാധനയായിട്ട് എൻ്റെ അരികിൽ വന്നിട്ടുള്ളത്. കുറേ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്, അവരുടെ എല്ലാം അത് നോക്കുവാനും കാണുവാനും ഒക്കെ. ഈ ഉപാസനയുടെ കാര്യമായിട്ട് ഇത് ബന്ധപ്പെടുത്തി പോകാൻ സാധിക്കും. നമ്മളൊരു വർഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വർഷിപ്പ് വളരെയേറെ ഫലം ചെയ്യും. പണ്ടുള്ളവർ കൃഷിക്ക് വേണ്ടിയിട്ടാവും, നമുക്ക് സന്താനത്തിന് വേണ്ടിയിട്ടാവും, അന്നത്തിനും സന്താന പരമ്പരയും നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇന്ന് നോക്കിയാൽ മതി, പല ആളുകളും അത് മുടക്കിയതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അവർക്ക് രോഗം, വിട്ടുപോകാത്ത രോഗമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു തിരുമേനിയാണ്, അത് എന്നോട് പറഞ്ഞു ഈ വർഷം അവർ നടത്തിയില്ല, അടുത്ത വർഷം വന്ന് നടത്തി വയ്ക്കുള്ളൂ. അതെന്താ, ക്യാൻസറായിട്ട് ഇവിടെ വരേണ്ടി വരുമല്ലോ, അപ്പം വന്ന് നടത്തുമെന്ന്. അതൊരു വെറുതെ പറയുന്നതല്ല, പലതും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കണ്ണൂരൊരു വീട്ടിലും ഇതുപോലെ അവർക്ക് നല്ല രീതിയിൽ നാഗവർഷിപ്പുള്ളവരായിരുന്നു. അവർക്ക് കുറേ രോഗങ്ങൾ, ഇതേപോലെ ക്യാൻസർ പോലെയൊക്കെയുള്ള രോഗങ്ങൾ വന്ന് അവർ വീണ്ടും കാവ് നിർമ്മാണം ഉണ്ടാക്കി. ഇത് ഉപാസനയാണ്. സർപ്പമെന്ന് പറയുന്നത്, ഇപ്പം നാഗമെന്ന് പറയുന്നത് വാസുകി, തക്ഷകൻ, ഇങ്ങനെ പറയുന്ന പലതുണ്ട്. എന്നാൽ നാഗക്കാവിലിരിക്കുന്ന നാഗങ്ങളെല്ലാം വാസുകിയോ അനന്തനോ ഒന്നും അല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ വലിയൊരു മന്ത്രവാദിയാണ്. ആ അമ്മൂമ്മയ്ക്ക് വളരെ സിദ്ധികളുണ്ട്. അപ്പോൾ ആ അമ്മൂമ്മയുടെ മകനല്ല, കൊച്ചുമോൻ അത് മനസ്സിലാക്കി. കൊച്ചുമോനും അമ്മൂമ്മയും തമ്മിൽ വളരെയേറെ ഒരടുപ്പമുണ്ട്. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞാടാ, ഞാൻ സമാധിയാകുമ്പോൾ നീ എന്നെ ഇവിടെ ഇരുത്തണം, ഞാൻ ഈ കുലത്തിലുള്ളവരെല്ലാം സംരക്ഷിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചുമോൻ അത് കേട്ടിട്ട് അമ്മൂമ്മയുടെ രൂപം എന്ത് ചെയ്തു, ഒരു സർപ്പരൂപത്തിലാക്കി. അമ്മൂമ്മ ഒരു നാഗേക്ഷിയമ്മയായിട്ട് അവിടെ വെച്ചു. അമ്മൂമ്മ മന്ത്രവാദിനിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്.
അമ്മുമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അടി ഉണ്ടാക്കുമായിരിക്കും മറ്റുള്ളവരോട്ട്. അപ്പോൾ അമ്മുമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻസ് ഉണ്ടാവില്ലേ, സ്നേഹിച്ചാൽ പൊന്നുപോലെ കൊടുക്കും, എല്ലാം കൊടുക്കും, അതിനുള്ള ശക്തിയുണ്ട്. പിണങ്ങിക്കഴിഞ്ഞാൽ മൊത്തം എടുക്കാൻ ശ്രമിക്കും. ഇതേപോലെ തന്നെയാണ് കാവിലുള്ള അത് പ്രേതമാണോ? അങ്ങനല്ല, അങ്ങനെ മരിച്ചവർക്കൊന്നും അങ്ങനെ ശക്തിയൊന്നുമില്ല. എന്നാൽ മരിച്ച് എന്തെങ്കിലും ഒരു സിദ്ധിയോട് പ്രാപിക്കുന്നവർക്ക് അതിൻ്റെ ആയിട്ടുള്ള തലങ്ങളുണ്ട്. ആ രീതിയിൽ വർഷിപ്പ് ചെയ്താൽ ആ രീതിയിൽ കൊടുക്കും. പല കാവുകളും അങ്ങനെയാണ്. അതൊരു വൃക്ഷം നോക്കി, ഒരു വൃക്ഷത്തിൽ എന്തെങ്കിലും ഒരു സ്പന്ദനം ഉണ്ടാവും. ആ വൃക്ഷത്തിലൊരു ചിലപ്പോൾ അതിനകത്തൊരു സ്ത്രീയുടെ എനർജി ആവും, ചിലപ്പോൾ ഒരു പുരുഷൻ്റെ എനർജി ആവും. ആ എനർജി കാണുന്നിടത്ത് നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടി വെക്കും, അവിടെ ആരാധന തുടങ്ങും. അല്ലെ അവിടെ ഒരു നാഗത്തെ വെക്കും. അതിൻ്റെ രൂപോ ഭാവോ, അതൊരു സ്ത്രീ ഊർജ്ജമാണെങ്കിൽ അതിനെ നാഗീക്ഷേമമായിട്ട് നമ്മൾ ആരാധിക്കും. അതൊരു പുരുഷ ഊർജ്ജമാണെങ്കിൽ അതിനെ നാഗരാജാവായിട്ട് ആരാധിക്കും. അതൊക്കെ നമ്മളൊരു അടിസ്ഥാനപരമായി നമ്മുടെ പൂർവികർക്ക് പ്രകൃതിയിൽ നിന്നുണ്ടെന്ന ചില ശിവസ്പന്ദനം വെച്ചിട്ടാണ് അവർ അത് നിർണ്ണയിക്കുന്നത്. അതിന് ദോഷങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നുവെച്ചാൽ അത് നമുക്ക് തരും, എന്നുവെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും തരും. മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മാറി മറിയും. അപ്പോൾ അതിനെ ഒരു കാക്കണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കും ഇഷ്ടം കൊണ്ടാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലും പല ക്ഷേത്രങ്ങൾ, ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ നമ്മൾ നിവേദ്യം കൊടുക്കുന്നില്ലേ, അത് ഭഗവാന്, നമ്മളിപ്പോൾ പറയും നമ്മൾ ഭഗവാനോട് ഇഷ്ടമുള്ളത് കൊണ്ട് കൊടുക്കുമെന്ന്. അവിടെ ഒരു 5 ദിവസം നിവേദ്യം മുടങ്ങി നോക്കട്ടെ. ഗുരുവായൂർ അമ്പലം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദേശദേവനാണ് അവിടുത്തെ ഉള്ളവരുടെ. ആ അമ്പലം ഒരു 10 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ നാട്ടിൽ വരാത്ത പ്രശ്നങ്ങളുണ്ടാവില്ല. മൂപ്പര് അത്രയും കോപിക്കും. അതേപോലെ തന്നെ ആ നിവേദ്യം കൊടുക്കുന്നത് എന്തുകൊണ്ട്, അത് സ്വീകരിക്കാൻ അതിന് പറ്റും. നമ്മൾ ബലിയിടുമ്പം കണ്ടിട്ടില്ല, നമ്മുടെ പൂർവികർക്ക് വെച്ച് നമ്മൾ കൊടുക്കും. അതേപോലെ അവിടെ ഇരിക്കുന്ന ഒരു ആത്മാവാണ്. നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നല്ല കുറച്ച് പൂർണ്ണത്വം വന്ന ജീവനെയൊന്നും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. നമ്മുടെ ഇവിടെ മാന്ത്രികന്മാരുണ്ട്, താന്ത്രികന്മാരുണ്ട്. അവരതിനെ ഒരു ഈശ്വരനാക്കി തീർക്കും. ഇത്രയും കോടാനുകോടി ദൈവം വന്ന നമുക്കൊരു സങ്കല്പത്തിലൂടല്ല, അത് ഒരു വെറുതെ ഒരു തോന്നലിലൂടല്ല, ക്ഷമിക്കണം. അത് അവരുടെ ആയിട്ടുള്ള രീതിയിൽ അവർ ചിലതിനെ തിരിച്ചറിഞ്ഞ് അവർ ആ രീതിയിലുള്ളൊരു ദേവിയും ദേവനും ഒക്കെ തീർത്തതാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് മനുഷ്യൻ എങ്ങനെയാണോ ഇമോഷൻസ് ഉള്ളത്, അതേപോലെ അവർക്കുമുണ്ട്. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നന്നാവും. അതുകൊണ്ട് അറിഞ്ഞത് ദേവി നമുക്ക് കുറച്ചുകൂടും നേട്ടങ്ങൾ നൽകും. എന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന ആൾക്ക് നേട്ടങ്ങൾക്ക് ആവശ്യമുണ്ട്. നമ്മളൊരു ദേവിക്കുണ്ടെന്ന് വസ്ത്രം കൊടുക്കും, ദേവിക്കുണ്ടെന്ന് നമ്മൾ നിവേദ്യം ഓഫർ ചെയ്യും, പല കാര്യങ്ങൾ മെറ്റീരിയലായിട്ടുള്ളത്. ഗുരുവായൂരപ്പന് നമ്മൾ കൊടുക്കും. അതേസമയം നമ്മൾ ഒരിക്കലും ഒരു സമാധിയുള്ള സ്ഥലങ്ങളിൽ അത് കൊടുക്കാറില്ല. ഒരിക്കലും നമ്മൾ ഒരു മഹാസമാധിയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരിക്കലും പൂജ കഴിക്കും, അങ്ങനെയൊന്നും ഉള്ളതും ചെയ്യില്ല. അത് അതിൻ്റെ ആയിട്ടുള്ള ശിവരൂപമായതാണ്. മറ്റേതൊരു രീതിയാണ്. ആ രീതിയിൽ പാലിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നാഗാരാധന ചെയ്യണം എന്ന് തന്നെയുള്ളതാണ് അല്ലേ? കുലപരമായി ഉള്ളവർക്ക് അത് ചെയ്യണം. ചെയ്തു തുടങ്ങാത്തവർ ചെയ്യേണ്ട ആവശ്യകത ഇല്ല. ഇപ്പം നമുക്ക് സ്പിരിച്വലി എന്തെങ്കിലും ഒരു മിസ്ട്രസം കൈവരിക്കണം, ഒരു സിദ്ധി കൈവരിക്കണം, അങ്ങനെയുള്ളവർക്ക് നാഗാവർഷിപ്പ് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ ഗ്രഹിക്കണം, ഈ സൃഷ്ടിയുടെ പല വശങ്ങളെയും നമുക്ക് അറിയണം, അതിന് നാഗാരാധന അത്യാവശ്യമാണ്. അല്ലാതെ നോർമലി ഒരാൾക്ക് സ്റ്റിൽനെസ് മാത്രം, പ്രസൻറ്റ് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ് ഇൻറ്റൻഷൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ല. പിന്നെ ഭൗതികപരമായി ജീവിക്കുന്ന ആൾക്കാർക്ക് അത്രയും നല്ലതല്ല നാഗാരാധനയൊന്നും. അവർക്ക് മെറ്റീരിയലായിട്ടുള്ളതുണ്ടാവും, പക്ഷെ അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് പണം ആവശ്യമെങ്കിൽ അതിന് നല്ല രീതിയിൽ അധ്വാനിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു മടി കൂടാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. സ്പിരിച്വലി പവർ കൊണ്ട് പ്രവർത്തിക്കുമ്പം റിസൾട്ട് ഹയർ ആയിരിക്കും, പെട്ടെന്നായിരിക്കും, ബ്ലോക്കൊക്കെ മാറി പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷെ അത് വീണ്ടും ഒരു റെസ്പോൺസ്, നമുക്കത് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് വരും. അത് നമ്മളെ എത്രത്തോളം തന്നോ അതിനെക്കാട്ടിൽ പിന്നോട്ട് നമ്മളെ അടിക്കും. പലരുടെ ലൈഫിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. വളരെ ഡെപ്തിൽ ദേവീ സാധന, ഭദ്രകാളി സാധനയൊക്കെ ചെയ്തിട്ട് അവർ പെട്ടെന്ന് ഇതൊക്കെ ശരിയല്ല, ബ്രഹ്മമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മാറുമ്പം എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവർ 2 വർഷം കൊണ്ട് ഉയർന്നു വന്നതിൽ നിന്ന് അവർ ഒറ്റയടിക്കാണ് അവർ താഴത്തോട്ട് വരുന്നത്. കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം മുത്തപ്പനെ ആരാധിച്ചാലോ, ഞാൻ ഈ പറഞ്ഞ മുത്തപ്പൻ്റെ ഒരു ഇത് എൻ്റെ മനസ്സിൽ വന്നു. ആരാധിച്ചിട്ട് പെട്ടെന്ന് ബ്രഹ്മമാണ് ശരിയെന്നുള്ള രീതിയിൽ രമണ മഹർഷിയുടെ ശങ്കരൻ്റെ കേട്ട് കഴിയുമ്പോൾ അതാ ശരിയെന്നുള്ള രീതി ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ആവും. നമ്മളൊരു സ്റ്റേറ്റ് കഴിയുമ്പോൾ നമ്മുടെ സോൾ അങ്ങനെയാണ്, എപ്പോഴും പരിവർത്തനം വന്നുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റേറ്റ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്കുള്ളൊരിതെത്തും. പക്ഷേ ഈ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ആവും. ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി കഴിഞ്ഞ 5 വർഷമായിട്ട് കറക്റ്റായിട്ട് ഉപാസന ചെയ്യുക,
ഉപാസന ചെയ്ത് ആ വ്യക്തിക്ക് കുറച്ച് സ്പിരിച്വലി ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടായി, ഒരു ബ്ലിസ് സ്റ്റേറ്റ് ഹയർ എത്തി, ഒരു എസ്റ്റസിലേക്ക് കടന്നു. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഇതിനേക്കാളും അപ്പുറത്തേക്കുണ്ടല്ലോ എനിക്ക്. അങ്ങനെ എന്ത് ചെയ്തു, കടക്കാൻ ശ്രമം നടത്തുമ്പം ഇവിടെ വലിയ തടസ്സമാവും. ഇവിടുത്തെ എല്ലാ ഭൗതിക കാര്യങ്ങളെല്ലാം തരണം മറിയും. അപ്പോൾ വ്യക്തിക്ക് അവിടെയും കിട്ടില്ല ഇവിടെയും കിട്ടില്ല, ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ ഇങ്ങനെ സ്റ്റക്കായിപ്പോൾ. ശരിക്കുമുള്ള ധ്യാനം അല്ലെങ്കിൽ ഈ ഉപാസന മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അൾട്ടിമേറ്റ് ഫോക്കസ് എന്ന് പറയുന്ന മോക്ഷത്തിലേക്കുള്ളത് തന്നെയല്ലേ? അതെ, അത്രയും പവിത്രമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു ട്രാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ലൗകികതയിൽ നമ്മൾ അത്രത്തോളം ഭ്രമിച്ച് ജീവിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? എൻ്റെ ഇതിൽ ഞാൻ നോക്കുമ്പം ഇപ്പോൾ ഒരു വ്യക്തിക്ക് മുക്തിയിലേക്കുള്ള ഒറ്റ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ ഉപാസനയുടെ ആവശ്യമില്ല. അവർക്ക് ചെയ്യാനായിട്ടുള്ള മാർഗമാണ് രാജയോഗ. രാജയോഗയിലൂടെ അവർക്ക് കടന്നു പോകാൻ പറ്റും. ഇനിയിപ്പോൾ രാജയോഗ എന്ന് വെച്ചാൽ കുറച്ചുകൂടി സിദ്ധമാർഗമായി. അല്ലാത്തവർക്ക് അദ്വൈത മാർഗമുണ്ട്. ഇപ്പോൾ ഒരു ഗുരുവിൽ നിന്നായിരിക്കും ദീക്ഷ കിട്ടിയിട്ട് അവരിയ്ക്കുന്നു. അവർക്ക് വേദ ഉപനിഷത്തും പഠിച്ച് മനസ്സിനെ ശുദ്ധിയാക്കുക, ശരീരപരമായും മാനസികപരമായും ശുദ്ധി കൊണ്ടുവരിക, തന്നെ ധ്യാനാവസ്ഥയിലേക്ക് എത്തും. അവർ സമാധി പോയി എന്ന് പറയുന്നത് പോലെ അവരുടെ ശുദ്ധി കൊണ്ടാണ് ഇതാക്കുന്നത്. ഇപ്പം ശങ്കരാചാര്യൻ്റെ രീതി, ആ സന്യാസ മാർഗത്തിലൂടെയും അത് സാധിക്കും. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഉയർന്ന സന്യാസിമാർ ഏതെങ്കിലും മഠത്തിലെ ശ്രദ്ധിച്ചാൽ മതി, വലിയ നമ്മുടെ പരമ്പരയുടെ ഭാഗവത്തായിട്ടുള്ളവരിൽ അവരേതെങ്കിലും ഉപാസന ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊന്നും അങ്ങനെ ഉപാസനയൊന്നും ചെയ്യുന്നവരല്ല. ഇപ്പോൾ സിദ്ധമാർഗത്തിൽ തന്നെ ഇപ്പം നമ്മുടെ വംശത്തിൽ ഊട്ടിയിലൊക്കെ ധാരാളം സ്വാമിമാരുണ്ട്. അവരൊന്നും ആരെയും അങ്ങനെ ഉപാസന ചെയ്യാറില്ല. ഉപാസന എന്ന് വെച്ചാൽ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനാണ്. ഇപ്പോൾ ഒരു സ്പിരിച്വലി ഉള്ള ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ രണ്ട് തരത്തിലുള്ളവരുണ്ട്. ഒന്നെല്ലാം ത്യജിച്ച് അവർ ഒരു വഴിക്ക് പോകും, അവർക്കൊന്നും വേണ്ട, അവർ ആ സ്റ്റേറ്റിലെത്തി, ഒരു വൈരാഗ്യത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ. വേറെ ആൾക്കാർക്ക് അവർക്ക് കുറച്ചുകൂടി ഭൗതികപരമായും ജീവിക്കണം. ആ ജീവിക്കണമെന്നൊരാവശ്യം വരുമ്പം അവർക്ക് എപ്പോഴും മനുഷ്യന്മാരുമായിട്ടുള്ളൊരു ഇടപെടലുകളിൽ വളരെ ഒരു വിരക്തി തോന്നും. കുറച്ചുകൂടി ദേവിയായിട്ടായിരിക്കും, കുറച്ചുകൂടെ അല്ലെങ്കിൽ മുരുകനായിട്ടായിരിക്കും, ചിലപ്പോൾ ഗണപതിയായിട്ടായിരിക്കും. ഈ യന്ത്രം രീതിയിൽ അവരെന്ത് ചെയ്യും, അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കും. അതേ രീതിയിൽ മാനിഫെസ്റ്റ്. ഒരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞ് ആവശ്യപ്പെടാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഉയർന്ന യോഗികൾക്ക് അവർ ദേവതകളെ ഉപയോഗിക്കും, അവർ ആ രീതിയിൽ ഉപയോഗിക്കും. അതൊരു മാർഗം, അത് കുറച്ചുകൂടി ഹയർ സ്റ്റേറ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മെഡിറ്റേഷൻ്റെ ഹയർ ലെവലിൽ പോകാനും മുക്തിയിലേക്ക് പോകാനും ഉപാസന വേറൊരു വഴിക്ക് പോകേണ്ടതാണ്. അത് വേറൊരു രീതി തന്നെയാണ്. എന്നാൽ വിമോചനത്തിന് വളരെ എളുപ്പമായിട്ടുള്ള വഴികളുണ്ട്.